सा नी सा सा गा रे नी सा सा रे सा. പൊന്ന അവിടെ വെച്ചാളി, ഞാൻ ചെയ്തോളാം. എല്ലാ പണി ഇത്തന്നെ ചെയ്യണം എന്നുള്ളതേ നിർബന്ധമൊന്നുമില്ല. ഞാൻ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പെട്ടെന്ന് അങ്ങോട്ട് തീരും. അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കാം. ആളല്ല പുലിക്കുട്ടിയായല്ലോ. ഇന്നലെ എന്തേന്ന് പൂവി എന്തോന്ന് പറഞ്ഞെന്ന് പറഞ്ഞാണ്ട് ഇരുന്ന് കരച്ചിലായിരുന്നു. അപ്പൊ ഈ പുലിക്കുട്ടി ഇന്നലെ കണ്ടില്ലല്ലോ. ഒന്ന് പോത്ത അവിടുന്ന്. മാള് താത്ത ചോറായിരുന്നു. ആ പൂവിയെ ചോറയിക്കണ്. എന്താ എനിക്ക് ചോറ് വേണ? അല്ല, ലേശം കഞ്ഞിവെള്ളത്തിനേന്ന് എന്തോ ഭയങ്കര ക്ഷീണം, എന്താന്നറിയില്ല. നീ അവിടെ ഇരിക്ക്, ഞാൻ എടുത്തു തരാം. വേണ്ട, ഞാൻ കുറച്ചേരം പോയി കിടക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേരും റൂമിക്ക്. പൂവിത്ത പഠിച്ചോൻ എന്താ പറ്റി? ഇത്താ എണീക്കിത്താ പറ്റി മാള് താത്ത. പൂവിയ പൂവിയ എടി എണീക്കടി. എന്തിനാ മാള് എന്റെ ആളെ വിളിച്ചു പോ? അല്ലാ, എന്താ പറ്റി പോയിക്ക്? അറിയില്ല എന്താ പറ്റിന്നുള്ളത്. എന്നോടിപ്പോ കഞ്ഞിവെള്ളം ചോദിച്ചു വന്നതാണ്. പൂവിയ പൂവിയ ഇങ്ങോട്ട് എണീക്ക. മാളുവാ, സാലുവിനെ പോയി വിളിക്ക്, പോയിട്ട് ചെല്ല്. BP ഒക്കെ കുറഞ്ഞാ തോന്നുന്നു, ഞാൻ വിളിക്കാം. പൊന്ന ലേശം വെള്ളം എടുത്ത മാട്ടി. പൂവിയെ പൂവിയെ ഇതമ്മ പൂവിയെ എണീക്കടി മാന്റെ കുട്ടി. ഇന്ന് രാവിലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പൂവിയെ BP കുറഞ്ഞാ തോന്നണടാ. പെട്ടെന്ന് തലറങ്ങി വീണ്. ഇന്റെ പോയിട്ട് വണ്ടി എടുക്ക്, നമുക്ക് ആശുപത്രിക്ക് കൊണ്ടുപോവുക. ചെല്ലേ. വണ്ടി എടുക്കട്ടെ. മോളെ മോളെ പൂവിയെ എണീക്കടി. ബദിരിങ്ങളെ എന്താ ഞാക്കാണ് ഇതൊക്കെ. പൊന്നോ, പോയിത്താതാന്റെ ലിസ്റ്റ് ഉണ്ടാവും അൽമാറയിൽ ഇരിക്കണേ. ഇതാ നിർത്തിട്ട് വണ്ടിന്റെ അടുത്തേക്ക് പോവാ. ഞാൻ ഒന്ന് പോയോക്കട്ടെ. ഞാൻ എടുക്കാം. അവിടെ നിക്ക് മോനെ, പൊന്നു ലിസ്റ്റ് എടുക്കാൻ പോയിക്കണ്. ഇമ്മ അവിടെ നിക്ക്, ഞാൻ അപായം നിർത്തിരട്ടെ. പൊന്നുണ്ടോളെ ലിസ്റ്റ് എടുക്കാൻ പോയിട്ട് ഞാനും വരാം. ഒപ്പങ്ങൾ ഒറ്റക്ക് പോണ്ട. ഇന്റെ ആള് വരുമൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. സാലുണ്ടല്ലോ കൂടെ. ഉണ്ടാണെ ഇപ്പൊ നല്ല കുട്ടികളൊക്കെ മാറ്റി. ഇമ്മങ്ങൾ ഒറ്റക്ക് പോയാൽ ശരിയാവൂലമ്മ, ഞാൻ വരാം. പൊന്നു പൊന്നു ഇച്ചു കൊടുക്ക ഈ മണ്ടണത് നിക്കവിടെ. അത് പിതാ പോയിത്താത്തൊന്ന് വീണ് തല കറങ്ങിയിട്ട് അവിടെ സാലിക്കാക്കൊക്കെ വണ്ടി കയറ്റിയേക്കണ്. ഞാൻ പോയിത്താത്താന്റെ ലിസ്റ്റ് എടുക്കാൻ പോവാ. പഠിച്ചോനെ പൂവി വെക്ക. എന്നിട്ട് എന്താ പറ്റിയേ? ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി വല്ല അഭിനയം എന്തെങ്കിലും ആണോ? അഭിനയൊന്നല്ല, തല കറങ്ങിയിട്ട് ആരെങ്കിലും അഭിനയിക്കുക. അത് ഈ പ്രഗ്നന്റിന്റെ ടൈമില് ഞാൻ എന്തായാലും ലിസ്റ്റ് എടുക്കട്ടെ. ഓളായതുകൊണ്ട് പറയാൻ പറ്റൂല. ഓളും പല അഭിനയ പെരയിൽ ആദ്യം നടത്തിയതാണ്. ഇമ്മ ലിസ്റ്റ് കിട്ടി. അവിടെ നിൽക്കി, ഞാൻ വരാം. ഇമ്മാട്ടി വരണ്ട. ഇമ്മ പൊന്നു പോന്നോട്ടമ്മ. നിങ്ങൾ ഒറ്റക്ക് പോണ്ട. നിങ്ങളും സാലും കൂടി ഒറ്റക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇവിടെ ഇരുന്നിട്ട്. ഓള് പോന്നോട്ടെ. ഞാൻ വന്നിച്ചിട്ട് എന്താ കുഴപ്പമാ? നിങ്ങൾ ഒറ്റക്ക് പോണ്ട, ഞാൻ വരാം. നടക്കി നിങ്ങള്. നെജ്ജ് വരികയാണെങ്കിൽ വന്നോട് വേഗം. നീ വായോ. ഞാൻ ഇജ്ജ് പൊയ്ക്കോ. ആദ്യം വരികയാന്നുണ്ടെങ്കിലേ താത്ത പറഞ്ഞോണ്ട് ചെല്ല്. പോവോ സാലുവാ, ഇജ്ജ് വണ്ടി തിരിച്ചോടും. പൊന്നത് അവിടുന്ന് കേറിക്കോളും. പഠിച്ചോനെ പറ്റിന്റെ കുട്ടിക്ക് പോയാ. നാളെ താത്ത എന്ത് പെട്ടെന്നൊരു തലകറക്കം പോവിക്ക്? അറിയില്ലടി, ചിലപ്പം BP ഒക്കെ കുറഞ്ഞതാവും. ഈ കല്യാണ തിരക്കിലേ ഓള് കൊറേ ഉറക്കം ഒഴിച്ചിക്കണ്. എത്ര കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെണ്ണ് കെടുക്കൂല.
വളരെ ഉള്ളിൽ ഒരു കുട്ടി വളരുന്നുണ്ടെന്നുള്ള ബോധം ഓൾക്ക് വേണ്ട. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അനുസരിച്ചെങ്കിലേ ഇല്ല, അതും ഇല്ല ഓള്. എന്തിനാ പൊന്നു പോയത്? ഇന്നെ വിളിച്ചൂടായിരുന്നു ഉമ്മാക്ക്, ഞാൻ പോവായിരുന്നല്ല. ആര് പോയാലും ഇപ്പൊ എന്താണ്, അതിനൊന്നും വലിയ കുഴപ്പമില്ല. ആ വയറ്റ് കിടക്കണ കുട്ടിക്കും പൂവിക്കും ഒന്നും പറ്റാതിരിക്കട്ടെ. എന്തു പറ്റാന്? ഒന്നും പറ്റാനില്ല. ആളിപ്പോ ഒരു ട്രിപ്പ് ഇട്ട് കാണ്ടും കൊണ്ട് വരും. ഇതുപോലെ 2-3 പ്രാവശ്യം തല കറങ്ങി പോണത് തന്നെ അല്ലേ. അവിടെ എന്തു പറ്റാനാണ്? പിന്നെയും പഴയ സ്വഭാവം എടുക്കും. അതിനെ നന്നാക്കിയ നന്നാവില്ല. ഫിദാ, ഇജ്ജ് അവിടെ നിന്ന് ഇങ്ങനെ പിറേർക്കാതെ ഇങ്ങോട്ട് വായേ. അന്റെ പോയിട്ടാത്തന്റെ സ്വഭാവേ അന്റെ പൂവി തന്നെ വിചാരിച്ചാൽ നേരാവുള്ളൂ. വേറെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓള് നേരാവൂല. ഇജ്ജ് പോയിട്ടേ ആ മെഷീനിലുണ്ട് താത്ത തുണികൾ തിരുമ്പിട്ടിട്ട് അതൊന്ന് ഉണക്കിക്ക. ചെല്ലേ, ഓള് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കട്ടെ. ഈ ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല ക്ഷീണം ഉണ്ടാവും. എല്ലാവർക്കും ചെറിയൊരു കഞ്ഞി വെക്കട്ടെ, അത് കൂടി ഒന്ന് ഉണക്കിക്ക. ആ, ഞാൻ തോരട്ടോളാം. പൊന്നാ, എന്റെ കുട്ടി സാലികാക്കാന്റെ ഫോണിന്ന് ആബിക്ക് വിളിച്ച് പറഞ്ഞാളാ ഇവിടെ ഹോസ്പിറ്റലാണ് എന്നുള്ളത്. എന്നാ ചെല്ല്, സാലികാക്ക അവിടെ പുറത്തുണ്ടാവും. ആബിനോട് പറഞ്ഞാളാ BP കുറഞ്ഞതാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ചെല്ല്, ഞാവാണെന്നുണ്ടെങ്കിൽ മണ്ടി പടഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് വരും ആസ്പത്രിയിൽ. ചെല്ല്, ഈ കുൾക്കൂസ് എത്തി കഴിഞ്ഞാലേ നമുക്കവിടെ പോവാ പെരേക്ക്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ. ചെല്ല്, മടിച്ചെന്ന് വിളിച്ച് പറ. ഞാൻ വിളിച്ച് പറയട്ടെ പോയിട്ട്. മാളുവാ, മാളുവാ. ആ, നിങ്ങൾ വന്നാ? എന്താ പറഞ്ഞമ്മ പൂവിക്ക്? ആ, പൂവിക്ക് കുഴപ്പമൊന്നുമില്ല. അത് BP കുറഞ്ഞതാണ്, അതിന് ഗ്ലൂക്കോസും കയറ്റി. ആ, ഞാൻ ആകെ പേടിച്ചു പോയി. എന്നിട്ട് അവിടെ പൊന്നും പൂവിയോടാ? ആ, പൊന്നു പൂവിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാരും കൂടി ഒരു വണ്ടിയിലല്ലേ പോന്നത്? അപ്പൊ നിങ്ങൾ ആദ്യം പോന്നത് ഓരോ കൂടെ വരാഞ്ഞെന്താ? അല്ല എന്റെ കുട്ടിയെ, ഓളമ്മ ഉണ്ട്. എല്ലാവർക്കും കൂടി നമ്മളെ വണ്ടിയിൽ പോരാൻ കഴിയൂല. അപ്പൊ ഞാനൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് ആദ്യം പോന്ന്, ഒരു ബാക്കിൽ വരണേ. അതെങ്ങനെ ഉമ്മ? ഇല്ലമ്മ, പൂവിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വരാനേ നിങ്ങളങ്ങോട്ട് ചെല്ലുന്നുള്ളത് അവരെങ്ങനെ അറിഞ്ഞത്? ഇതെന്നിപ്പോ ഞാൻ എന്നോട് പറയാ. ഞങ്ങൾ അവിടെ ചെന്നപ്പോ ആസ്പത്രിയിൽ ഉണ്ടായിന്ന്. ചിലപ്പോ നമ്മളെ സാലുമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സാലുവിന് എന്തേ പറ്റിയതുമ്മ? ഓനക്ക് തീരെ അന്തല്ലേ. ഓനിപ്പോ എന്തിനാ ഉമ്മാനോട് അതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടി പോയത്? ഉമ്മ പോടി പറഞ്ഞുകൊണ്ട് ആസ്പത്രിക്ക് വന്നത്, നിങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ അവിടെ എത്തിയതും അത് എത്രത്തോളം വേജാറായിട്ടുണ്ടാവും. ഈ സാലുവിന്റെ ഇടക്കത്തെ കാട്ടിക്കുട്ടി കാണുമ്പോൾ തീരെ അന്ത ചെയ്യാത്ത കളിയോളൂ ഓൻ കളിക്കുള്ളൂ. പിന്നെ ഒരു വേജാറും ഇല്ല, ഒരു വേവലാതില്ല. ഹോസ്പിറ്റലാണ്, ആൾക്കാരുണ്ട് ചുറ്റുന്നുള്ളതേ ഒന്നും നോക്കാതെ എന്തൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് അറിയാം എനിക്ക്. എന്തിനമ്മ അവര് നിങ്ങളെ ചീത്ത അറിഞ്ഞത്? നിങ്ങളിപ്പോ എന്ത് ചെയ്തിട്ടാണ് ഓള് തല കറങ്ങി വീണേനിപ്പോ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? അതന്നെ, അവരെ മകള് തല കറങ്ങിയേനെ നിങ്ങളെന്ത് പയച്ച്? അല്ലെങ്കിൽ പൂവിത്താത്താക്കി പെരയില് എന്തിന്റെ കേടാള്ളത്? ഒരു കേടുമില്ല. നേരത്തിന് ഭക്ഷണം കഴിക്കണ്, കിടന്നുറങ്ങണ്, നീക്കണ ഒക്കെ ചെയ്യണ്, ഒരു പണി ഇവിടെ എടുക്കണോ ഇല്ല. പിന്നെ അതിന് നിങ്ങളെന്തെങ്കിലും ചെയ്ത മാതിരി നിങ്ങളെ നേരത്തെ എന്തിനാ അവര് ചൂടാവണത്? ഇത് നല്ല കൂത്ത്. അതൊക്കെ കേട്ട് നിക്കാന്നല്ലാതെ ഞാൻ ഒന്നും മുണ്ടിയില്ല. അല്ലെ ഇപ്പൊ ഈ ആളുകൾ എവിടെ നിന്ന് എന്ത് മുണ്ടാനാണ്? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്പത്രിക്ക് പോവുകയല്ലേ, നിന്ന് നോക്കണുണ്ട്. ഞാൻ ഒരക്ഷരം മുണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ നയിക്കോട്ടെ വെച്ചിട്ട്. അല്ലെങ്കിൽ മിണ്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അന്തും കുന്തും ചെയ്യാത്ത ആൾക്കാരോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഗർഭിണികളാവുമ്പോ തലകറക്കും പ്രഷർ കുറയിലും എല്ലാതും ഉണ്ടാവും. പൂയിത്താത്തൊക്കെ ഉണ്ടായിനല്ലേ ഇവിടെ. ഇതിപ്പോ ഒരു പ്രത്യേക ഒരു ചീത്തറിച്ചിൽ നിങ്ങളെ ആർക്കറിയാം? ആളോ ഉമ്മാക്കൊന്നും അറിയില്ല. പൂവിഞ്ഞ ഇതിനെ പറ്റി കണ്ട് എന്തെങ്കിലും പറഞ്ഞിക്കണോന്നും അറിയാൻ പറ്റൂലല്ലോ. അത് ശരിയാണ് ഉമ്മ പറഞ്ഞത്. ഓളമ്മ എങ്ങനെ അവിടെ ആസ്പത്രിയിൽ എത്തിയെന്നതും ഞമ്മക്കറിയില്ല, ഇക്കൊന്നും അറിയില്ല. ആലും മൂലൊക്കെ ഒന്ന് ഒടുങ്ങിയിട്ട് വേണം സാറുവിനോട് ചോദിച്ചാക്കാൻ ഇജ്ജേറ്റ് വിളിച്ചിരുന്നോന്നുള്ളത്. അല്ല ഇപ്പൊ പെട്ടെന്ന് പോളമ്മ അങ്ങനെ ആസ്പത്രിയിൽ പൊന്തിയത് നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുണ്ടാവും. അല്ലാതെ ഇപ്പൊ കാരണം ചെയ്യാതെ ഓളമ്മ എന്നോട് ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമില്ലല്ലോ. മോന്തി മോറൊക്കെ ഇങ്ങോട്ട് കനപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഓരോ മകളെ കൂടെ
ചെയ്ത് കാട്ടുണ്ടോ മാരിക്കാണ് ഓരോ വർത്താനം കേട്ടുണ്ട്. ഞാൻ എന്ത് കാട്ടാനാണ്? എൻ്റെ മക്കളെ മാരിക്കാൻ ഞാൻ കൊണ്ടുനടക്കുന്നത്. പോയിത്താത്താന്റെ സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് കട്ടിയിലും കനത്തിലും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം പോയിത്താത്ത ഒരിക്കലും നന്നാൻ പോണില്ല. അതിന് എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. അത് വേറെന്തോ ഒരു തരത്തിലാണ് ഈ പെരയിൽ പെരുമാറുന്നത്. കട്ടി പറഞ്ഞു കൊടുത്താലും വേണ്ടില്ല, കനത്തിൽ പറഞ്ഞു കൊടുത്താലും വേണ്ടില്ല. വണ്ടിന്റെ ഒച്ച വെക്കണ്ട് വന്നിക്കണ് തോന്നണം. ഉണ്ടണ്ട ഇത്ത ആദിക്ക് വന്നാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോഴേ വീട്ടിലെത്താറായിന്ന് പറഞ്ഞിന്ന്. ആ പൊന്നാ വന്നിക്കണേ ഓന്റെ റൂമില്. ഇന്നാളെ അങ്ങോട്ട് ചെല്ല് ഓന്റെ അടുത്തേക്ക്. ആ ഇമ്മ പിന്നെ പോയിത്താത്താന്റെ ഉമ്മാക്കേ എന്നോട് എന്തോ ഒരു ദേഷ്യം പോലെ. ഓട്ടോറിക്ഷയിൽ വരുമ്പോ എന്നോട് മുണ്ടണോ ഒന്നുമില്ല, ഇങ്ങനെ തുറച്ചു നോക്കോ ഒരുമാതിരി ഒരു ഞാനെന്തോ പോയിത്താത്താന്റെ മന ചെയ്ത പോലെ എന്നോടൊരു ദേഷ്യം പോലെ. അങ്ങനെ സംഭവിച്ചോ? അത് മാട്ടി കാര്യാക്കണ്ട, അത് അങ്ങനെയാണ്. മാട്ടി അങ്ങോട്ട് ചെല്ല്, ഓൻ്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞയച്ചത് തന്നെയാണ്. ഇപ്പൊ ഈ പെണ്ണിനെ എല്ലാരും കൂടുതൽ ഇവിടെ ഇങ്ങനെ നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിലേ അതിനെ കെറുവാക്കിയാണ്ട് എന്തെങ്കിലുമൊക്കെ അമ്മയും മോളും ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് നിൽക്കും. ഇമ്മാക്കും നാവിന് ലൈസൻസ് ഇല്ല, മകൾക്കും നാവിന് ലൈസൻസ് ഇല്ല, ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് നിൽക്കും. ഇത് ശരിയാണ് ഉമ്മ പറഞ്ഞത്. ഓളമ്മാക്കും ഓൾക്കും പറഞ്ഞാലേ നാവിന് തീരെ ലൈസൻസ് ചെയ്യാത്താണ്. ഇന്നലെ തന്നെ പോയി എന്തോ പറഞ്ഞിട്ട് രാവും പകല് ഫുള്ള് നൊലോളിയായിരുന്നു. ഇനിയിപ്പോ ഇന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ആവി കേട്ട് ഓള് കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കാട്ടി വലിയ പ്രശ്നമാവും. ഓളെ പറഞ്ഞയച്ചത് നന്നായി. ബെസ്റ്റ്. ആശുപത്രിയിലത്തെ ബാക്കിയുണ്ടല്ലോ ഇവിടെ വന്ന് ചൊറിയാൻ വരികയാവും. ഞാൻ ആവികാക്കിയും കൂടി കേൾക്കണം, എന്നാൽ നല്ല രസമാവും. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വീട്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചൊറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ആണെങ്കിൽ പുറത്തേക്കും പോയിക്കണേ. ഇപ്പൊ വരുമ്പോൾ ഇതൊക്കെ കേൾക്കണം, എന്നാ പിന്നെ വിശേഷമായി. ഞാനായതുകൊണ്ടാണ് പോയി ഇവിടെ കാട്ടി കൂട്ടണേ കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് മുണ്ടാതെ നിക്കണ്. വേറെ വല്ല ഉമ്മാരോ ഒക്കെ എന്നുണ്ടെങ്കിലോ എപ്പോഴേ ഓളെ പെരേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും. എന്റെ കുട്ടിനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും മുണ്ടാതെ കുത്തിരക്കണത്. ഒരു വരണുണ്ടുമ്മ, നിങ്ങൾ പറഞ്ഞത് ഒരു കേൾക്കണ്ട. അല്ല ഇമ്മ വരി ഇരിക്കുന്നു. പൂവിയ ഈ കുറച്ചേരം പോയി കെടുന്നോ? ഇമ്മ അതാ അപായൊക്കെ നയിച്ചിട്ടാണ് പോയിട്ട് വന്ന പാടം അങ്ങനെ നിൽക്കാണ്. ചെല്ലി ഇമ്മ ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ടേ എന്തെങ്കിലും തിന്നാൻ കൊടുന്നേരാ എനിക്ക്. ചെല്ലി കഞ്ഞി കൊണ്ടുവന്നേരാ. എന്നാ ഞാൻ പോയി കൊടുക്കട്ടെ കുറച്ചേരം. കഞ്ഞി ഇപ്പൊ തന്നെ വേണ്ട, കുറച്ചുകൊണ്ട് മതി, ഞാൻ കൊടുക്കട്ടെ. നിങ്ങളെപ്പോഴും ആശുപത്രിക്ക് എത്തിയത്? ആരെങ്ങളോട് വിളിച്ചു പറഞ്ഞത്? ഞാൻ വന്നിട്ടേ കൊല്ലം കൊറേ ആയി മാളുവാ. ഇത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാ തോന്നണം. ഇതൊന്നും ഞാൻ ആരുടെ നിലവ കേട്ടിട്ട് തന്നെ പോലും തോന്നും. ഇമ്മ മകളും കണ്ടറിഞ്ഞിട്ട് തന്നെയാണല്ലോ. ഇത് ശരിക്കും ഒറിജിനൽ തലകർമ്മാണോ അത് അഭിനയാണോ? അതെന്തമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് എപ്പോഴാ നിങ്ങൾ വന്നതെന്നല്ല ചോദിച്ചത്, വേറൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളോടൊന്നും ഇങ്ങനെയല്ല വർത്താനം പറയേണ്ടത്. അല്ലെങ്കിലും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്റെ മകളും തലവിധിയാണ് എല്ലാ കാര്യങ്ങളും.